ഹായ് ഓൾ അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ആൾക്കാർ ആവശ്യപ്പെട്ട വെജിറ്റബിൾ സമൂസൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നത്. അത് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഒരു സന്തോഷം ഞാൻ അറിയിക്കാമെന്ന് പറഞ്ഞിട്ടില്ലേ, അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാം. അങ്ങനെ ഇതാ ഞാൻ വേഗം വെജിറ്റബിൾസൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട്. വെജിറ്റബിൾ സമോസ ഉണ്ടാക്കാനായിട്ട് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ബീട്രൂട്ടുമാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാനാക്കുന്ന സ്റ്റൈലിലുള്ള വെജിറ്റബിൾ സമോസൻ്റെ മസാലയാണ്. അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കുമല്ലേ ഉണ്ടാക്കൽ. ഞാൻ ഇതുപോലെയാണ് ഉണ്ടാക്കൽ. പിന്നെ ചില ആൾക്കാർ ഇത് കാണുമ്പോൾ പറയും ഇങ്ങനെയല്ല ഉണ്ടാക്കേണ്ടത്, അങ്ങനെയല്ല എന്നൊക്കെ പറയും. പക്ഷേങ്കിൽ എൻ്റെ അടുക്കുന്ന സെയിൽ ചെയ്യുന്നതും ആൾക്കാർ ഇഷ്ടപ്പെട്ട് വീണ്ടും വീണ്ടും വാങ്ങിക്കൊണ്ടിരിക്കുന്നതായ മസാലൻ്റെ റെസിപ്പിയൊക്കെയാണ് ഞാൻ കാണിച്ചു തരുന്നത്. അതിനിതാ ക്യാരറ്റും ബീട്രൂട്ടും ഉരുളക്കിഴങ്ങൊക്കെ ഇതുപോലെ ചെറുതായി അരിഞ്ഞിട്ട് എടുക്കണം. ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന സമൂസയിലൊന്നും അധികം വെജിറ്റബിൾസ് ഒന്നും കാണാറില്ല. കാരണം അതിൽ മറ്റേ അവർ ഈ സമൂസൻ്റെ ഷീറ്റ് തന്നെ പൊരിച്ചിട്ട് അതിൽ പൊടിച്ചിട്ട് ഇടുന്നതാണെന്ന് തോന്നും. അങ്ങനെയാണ് അതിൻ്റെ ടേസ്റ്റ് വരുമ്പോൾ കാണുന്നത്. അങ്ങനെ വെജിറ്റബിൾസൊക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗ്രീൻ പീസ് ഞാൻ വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ടായിന്. അത് കുക്കറിൽ കുറച്ച് വെള്ളവും ഉപ്പും കൂടി ഇട്ടിട്ട് അത് വേവിച്ചെടുത്തിട്ടുണ്ട്. കുറച്ചധികം വേവായിട്ടുണ്ട്, അത്ര വേവണ്ട. പിന്നെ അതേ വെള്ളത്തിലേക്ക് തന്നെ ഞാൻ മുറിച്ച വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ട് ഒറ്റ വിസിൽ മാത്രമേ വേണ്ടൂ കേട്ടോ. അപ്പോഴന്നെ വേഗം, ഒരുപാട് ഓവറാകാൻ പാടില്ല. പിന്നെ ഇതാ അപ്പോഴേക്കും ഹോർണടി കേട്ടിട്ടാണ് ഞാൻ പോയി നോക്കിയത്. ഞാൻ പോസ്റ്റ്മാനി വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയായിരുന്നു ഈ സാധനത്തിന് വേണ്ടിയിട്ട്. അപ്പോഴാണ് പോസ്റ്റ്മാനല്ല വന്നത്, നമ്മുടെ കൊറിയറൊക്കെ കൊണ്ടുതരുന്ന ചേച്ചിയാന്ന് വന്നിട്ടുണ്ടായത്. പിന്നെ പോസ്റ്റ് വഴിയാന്ന് വരുന്നാന്ന് അതിൽ പറഞ്ഞത്. പക്ഷേങ്കിൽ ഇവരാന്ന് കൊറിയർ കൊണ്ടുതരുന്നവരാ കൊണ്ടുതന്നത്. എന്തെന്നില്ലാത്ത സന്തോഷം കൊണ്ട് ഞാൻ ഇത് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. പൊട്ടിച്ച് നോക്കിയിട്ട് ഞാൻ 2 തുള്ളലൊക്കെ തുള്ളിയിട്ടാണ് ബാക്കി പണിയൊക്കെ എടുത്തത്. ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഇങ്ങനൊരു സംഭവം എനിക്ക് കിട്ടുന്നോ, ഞാൻ ഇവിടം വരെ എത്തുന്നോ ഒന്നും ഞാൻ കരുതിയിട്ടില്ല. ഈ വീഡിയോ ഒക്കെ ഇട്ടത് ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട് ഞാൻ വീഡിയോ ഇടാനൊക്കെ. എന്നാലും ഇവിടം വരെ എത്തുന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. എന്ത് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. സന്തോഷം കൊണ്ട് കിട്ടിയിട്ട് കുറച്ച് ദിവസമായി. ഞാൻ പിന്നെ എൻ്റെ ഫോണിൽ ഇതൊക്കെ ആഡ് ചെയ്യാനൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങളെയും കൂടെ അറിയിക്കാമെന്ന് വിചാരിച്ച്. അതിൽ നിന്ന് കാശ് കിട്ടിയോ ഒന്നുമല്ല, പക്ഷേ എന്നാലും ഇത് തന്നെ ഏറ്റവും വലിയ കാര്യമായി. ഇനി കുറച്ചും കൂടി കടമ്പം മുന്നോട്ട് കടക്കാനുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതിലേക്ക് വലിയ 3 ഉള്ളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ആ ഉള്ളി മുറിച്ചത് അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് നല്ല പോലെ വഴഞ്ഞു വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി കൂടി ഇട്ടിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറി വന്നാൽ അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, ഒരു 1.5 സ്പൂൺ ഗരം മസാല കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഞങ്ങൾ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടേ ആ വെജിറ്റബിൾസൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ വേവിച്ച് വെച്ച ഗ്രീൻ പീസും പിന്നെ മല്ലിയിലയും പിന്നെ കുറച്ച് ഉപ്പ് കൂടി ആവശ്യമുണ്ടായിന്, അതുകൂടി അതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ വെജിറ്റബിൾസൊക്കെ വേവിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒറ്റ വിസിലടിക്കുക. അപ്പോൾ തന്നെ അത് ഓപ്പൺ ആക്കുകയും ചെയ്യണം. അതിൻ്റെ എയറൊക്കെ കളഞ്ഞിട്ട് അതങ്ങനെ അവിടെ വെച്ചാൽ അത് നല്ലോണം വേവും. മസാല റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഷീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാവ് കുഴച്ചെടുക്കുക. അതിനായിട്ട് കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലും ഉപ്പും കൂടി ചേർത്തിട്ട് പച്ച വെള്ളത്തിൽ, സാധാ നോർമൽ വാട്ടറിൽ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് ചപ്പാത്തിനേക്കാളും കുറച്ച് വലുപ്പത്തിലാക്കിയിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. അങ്ങനെ എല്ലാം ഇതുപോലെ പരത്തിയെടുക്കണം. ഇതിൻ്റെയും അളവ് ഞാൻ പറഞ്ഞിട്ടില്ല, കാരണം ഇത് ഓർഡറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇത്രയൊന്നും ഉണ്ടാക്കേണ്ടി വരില്ല. അപ്പോൾ ഓരോ ഐറ്റംസും ഞാൻ എടുത്തതിന് കുറച്ച് ചേർത്തിട്ട് ആക്കിയാൽ മതി. അപ്പോൾ തന്നെ കറക്റ്റ് ആവുന്നതാണ്. അങ്ങനെ എല്ലാതും പരത്തി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു തവ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ജസ്റ്റ് അപ്പുറം ഇപ്പുറവും ജസ്റ്റ് ചൂടാക്കി കൊടുത്താൽ മതി. ഒരുപാട് കുക്കൊന്നും ആവേണ്ട. അങ്ങനെ എല്ലാ ഷീറ്റും അതുപോലെ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ വെച്ച് മുറിച്ചിട്ട് 4ആയിട്ട് മുറിച്ചെടുക്കണം. എന്നിട്ട് അത് ഇതുപോലെ ഒന്ന് കോട്ടിയെടുക്കുക. 2 സൈഡും മൈദമാവ് കലക്കിയിട്ട് അതിനെ കൊണ്ട് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ അതിലേക്ക് ഫില്ലിങ് ചെയ്തിട്ട് പിന്നെ ഇതുപോലെ മൈദമാവ് വീണ്ടും ആക്കിയതിന് ശേഷം ഇതുപോലെ ഒട്ടിച്ചാൽ സമൂസൻ്റെ ഷേപ്പായി കിട്ടും. അങ്ങനെ എല്ലാം ഇതുപോലെ ചെയ്യുക. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ഒരുപാട് കമൻറ്റ് വരുന്നുണ്ട്, സെയിൽ ചെയ്യേണ്ടത് എങ്ങനെയാണ്, സെയിൽ ചെയ്യാൻ ആദ്യം എന്താണ് വേണ്ടതെന്നൊക്കെ. ആദ്യം തന്നെ നമ്മൾക്ക് ഉണ്ടാക്കാൻ അറിയുന്ന ഏതെങ്കിലും 2-3 ഐറ്റംസ് വെച്ച് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ സ്റ്റാറ്റസൊക്കെ
ഒക്കെ വാട്സപ്പിൽ ഇട്ടിട്ട് ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക. അപ്പോൾ പിന്നെ ഐറ്റംസിൻ്റെ മെനു ഒക്കെ തയ്യാറാക്കിയിട്ട് അതും ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക. ഫസ്റ്റ് തന്നെ നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ആദ്യം ഒരു 10 പാക്കറ്റെങ്കിലും നമ്മുടെ ഫ്രീസറിൽ സ്റ്റോക്ക് ആയിരിക്കണം. ഓരോ ഐറ്റംസും ഒരു 3 ഐറ്റംസ് വെച്ചൊക്കെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഓരോന്ന് ആൾക്കാർ വരുന്നതിനനുസരിച്ചിട്ട് ഐറ്റംസ് കൂട്ടി കൊണ്ടുവരാം. അങ്ങനെ ആയാൽ സിമ്പിളാണ്, എളുപ്പമാണ്. എന്തായാലും എല്ലാവരും സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഒരുപാട് പേര് സമൂസൻ്റെ പാക്കിങ്ങിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. സമൂസ പാക്ക് ചെയ്യുന്നത് ഇതുപോലെയാണ്. 15 എണ്ണം ആദ്യം വെക്കും. അതിൻ്റെ മുകളിൽ വേറൊരു കവറ് മുറിച്ചതിന് ശേഷം അതിങ്ങനെ വിരിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒരു 10 എണ്ണം കൂടി വെക്കും. അപ്പോൾ 25 എണ്ണമായി. അങ്ങനെ 25 എണ്ണമാണ് ഒരു പാക്കറ്റിലുണ്ടായാൽ. പിന്നെ 10ൻ്റെ പാക്കറ്റും ഉണ്ട്. പിന്നെ ഇതുപോലെ വെച്ചാൽ ഒന്നും ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്യൂല. ആദ്യം ഞങ്ങൾ ഇങ്ങനെയൊന്നും വെച്ചിട്ടുണ്ടായിട്ടില്ല. പിന്നെ കസ്റ്റമർ നമ്മളോട് പറഞ്ഞു തന്നത് പ്രകാരമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. ഓരോന്നും നമ്മൾ പഠിക്കൽ ഓരോരുത്തരിൽ നിന്നുമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഓരോന്നും ചെയ്ത് തുടങ്ങുക. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയ റെസിപ്പിയും പുതിയ വിശേഷങ്ങളുമായി വീണ്ടും വരുന്നത് വരേക്കും ബൈ.